വെസ്റ്റ് ബംഗാളിൽ YMEF നോർത്ത് ട്രസ്റ്റിൻ്റെ പ്രവർത്തനം നടക്കുന്ന സമയത്ത് ഏത് വർഷമെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാൻ അതിനൊരു 3 ആഴ്ച പോയി സഹകരിക്കുകയും സഹോദരന്മാരോടൊപ്പം അവിടെയുള്ള ഒരുപാട് ഗ്രാമങ്ങളിൽ പോയി യേശുവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കാൻ അവസരം കിട്ടി. കഴിഞ്ഞതിൻ്റെ 2 വർഷം മുൻപ് ഈ പറഞ്ഞതുപോലെ UP-യിൽ, അത് YMEF-ൻ്റെ ചുമതലയിലല്ല, വേറെ ഞങ്ങൾ 2-3 സഹോദരന്മാരൊന്നിച്ച് അവിടെയുള്ള ഗ്രാമങ്ങളിലുള്ള സുവിശേഷകന്മാരുടെ അടുക്കൽ പോകാനിട വന്നു. ദൈവം അനുവദിച്ചാൽ ഈ വർഷം 2 സ്ഥലം മുൻപിലുണ്ട്. അതിനുവേണ്ടി മാനസികമായി ഒരുങ്ങുകയാണ്. ഈ സമയത്ത് പോകുന്നതെങ്ങനെ എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ട്, എന്നോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. എങ്കിലും ദൈവം ആവശ്യമായ ആരോഗ്യവും കൃപയും തന്നുകൊണ്ടിരിക്കുന്നു. ഉള്ള സമയം കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കാൻ സാധിക്കണമെന്നുള്ള താല്പര്യമാണുള്ളത്. ഇവിടെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് ഓർക്കാൻ കഴിഞ്ഞ 2 കാര്യം. ഇപ്പോൾ ഈ അവധിക്കൊക്കെ വരുന്ന നമ്മുടെ സഹോദരന്മാരുണ്ട്, അതുപോലെ ഇവിടെ തന്നെ ജോലി ചെയ്ത് അവധി എടുക്കാൻ പറ്റിയ സഹോദരന്മാരുണ്ട്, പ്രത്യേകിച്ച് ആരോടും കടപ്പാടില്ലാത്ത വിധത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവരൊക്കെ ലഭിക്കുന്ന ഈ അവസരം YMEF-ൻ്റെ ഒറീസയുടെ പ്രവർത്തനത്തിലും, കൂടാതെ നമ്മുടെ സഹോദരന്മാർ നോർത്ത് ഇന്ത്യയിൽ അധ്വാനിക്കുന്നു, അവരോടുകൂടെ ഒരു 2 ആഴ്ചയെങ്കിലും പോയി താമസിച്ച് ആ പ്രവർത്തനങ്ങളിൽ കുടുംബമായി കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് പോകാൻ സാധിക്കുന്നെങ്കിൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ കടന്നു പോകുന്നത് വളരെ നല്ലതാണ്. കാരണം ഇനിയും നമുക്കധികം സമയം മുൻപിലില്ല. എപ്പോഴും നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. നമുക്കിനി അധികം സമയമില്ല. കാര്യങ്ങളൊക്കെ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പത്രോസ് അതാ തൻ്റെ ലേഖനത്തിൽ പറയുന്നത്, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നുവെന്നാണ്. നമ്മളത് വായിക്കുന്നവരായിട്ടല്ല, അത് വിശ്വസിക്കുന്നവരായിട്ട് തീരണം. രണ്ടാമത് മനസ്സിൽ വന്ന ഒരു കാര്യം, ഇത്രയും സഹോദരന്മാർ ഇവിടെ വന്നു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. എങ്ങനെയൊക്കെയാണ് ഇവർ നടത്തുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും ഇങ്ങനെ ഈ തൃശ്ശൂർ ജില്ലയിൽ ഈ YMEF പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സഭകളിലെല്ലാം നിശ്ചിത സമയം, ഏത് സമയമാണെന്ന് വെച്ചാൽ അവിടെയൊക്കെ ആ സമയത്ത് ആ സഭയിലൊക്കെ ഇങ്ങനെയുള്ളൊരു മീറ്റിംഗ് നടക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒന്നിച്ചുള്ള ഈ ഒരു സമ്മേളനം നമുക്ക് കുറേ കൂടെ പോസിറ്റീവ് എനർജി നൽകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സഭയിലെ ആളുകളെ ഒന്ന് സജീവമാക്കാൻ കഴിയും. അപ്പോൾ അതും ഒന്ന് ചിന്തിക്കുന്നത്, ചിലപ്പോൾ കാശില്ലാത്ത ഞങ്ങളുടെ സഭയ്ക്ക് അതിനുള്ള പ്രാപ്തി, അതൊക്കെ ഈ പ്രാപ്തിയൊക്കെ ദൈവം തരുന്നതാണ്. അതൊക്കെ ദൈവം തന്നോളും. പ്രാപ്തിയും കാര്യങ്ങളും ഒക്കെ ദൈവം നൽകും. അപ്പോൾ അത് ഒരു നല്ല കാര്യമാണ്. ഈ 2 കാര്യങ്ങളും സജീവമായി ചെയ്യേണ്ട ഒരു സമയത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് സുവിശേഷത്തോട് ഉണ്ടായിരിക്കേണ്ട മനോഭാവമാണ്. എനിക്ക് ദൈവം നൽകിയ കൃപ ശരിയായി ഉപയോഗിച്ച് ആദ്യത്തെ സെഷനിൽ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞു എന്നൊരു ചാരിതാർത്ഥ്യം എനിക്ക് ഉണ്ട്. ദൈവം അത് നൽകിയിട്ടുണ്ട്. നമ്മൾ 2 കാര്യങ്ങളാണ് ആ മനോഭാവത്തോടുള്ള ബന്ധത്തിൽ ഓർത്തത്. ഒന്ന്, കടക്കാരാണെന്നുള്ള മനോഭാവം നമുക്കുണ്ടായിരിക്കണം സുവിശേഷ സംബന്ധിയായി. രണ്ടാമത്, എപ്പോഴും ഒരുക്കമുള്ള മനോഭാവം എന്ന് പറഞ്ഞാൽ, ഇന്ന് കിട്ടുന്ന ആളിനെ അടുത്ത ദിവസം കിട്ടുകയില്ല, കിട്ടണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ നമുക്കിന്നുള്ള ഈ ആയുസ്സും ആരോഗ്യവും അടുത്ത സമയത്ത് കിട്ടണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ലഭിക്കുന്ന അവസരം എപ്പോഴും സുവിശേഷം അറിയിക്കാനുള്ള ഒരുക്കത്തിൽ ജീവിക്കണം. മൂന്നാമത്തെ ഭാഗത്തേക്ക് വരട്ടെ. മൂന്നാമത്, ലജ്ജ ഒഴിവാക്കുന്ന മനോഭാവം. ആരോ ഇവിടെ അത് ഉദ്ധരിക്കുകയുണ്ടായി.
റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം നമുക്ക് ഒരു സഹോദരനുണ്ട്, അദ്ദേഹം ഒന്ന് വായിക്കും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കിഴക്കേക്കോട്ട കൺവെൻഷനിൽ വളരെ ചെറുപ്പമായിരുന്നപ്പോഴൊക്കെ എന്നെ വായിച്ച് സഹായിച്ചതാണ്. അപ്പോൾ അദ്ദേഹം ഒന്ന് വായിക്കട്ടെ. റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിച്ചാൽ മതി. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അപ്പോൾ സുവിശേഷത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട മൂന്നാമത് മനോഭാവം, ലജ്ജ ഒഴിവാക്കുന്ന മനോഭാവം നമുക്കുണ്ടാകണം. പലപ്പോഴും നമുക്ക് ഈ സുവിശേഷം പറയാൻ ഒരുപക്ഷെ ഒരു ചെറിയ താല്പര്യമുണ്ടെങ്കിലും അതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന ഒന്നാണ് ഈ ലജ്ജ എന്നുള്ളത്. ഞാനൊരു വസ്തുത പറയട്ടെ, ലജ്ജിക്കേണ്ട കാര്യമില്ല. കാര്യം ഈ സുവിശേഷത്തിൻ്റെ മഹത്വം ഓർത്താൽ നമുക്ക് ലജ്ജിക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ഈ പറയുന്ന സുവിശേഷം മറ്റുള്ള തത്വസംഹിതകളെ പോലെയല്ല, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് വച്ചിരിക്കുന്ന ഒരു കെട്ടുകഥയുമല്ലല്ലോ. ഈ സുവിശേഷത്തിൻ്റെ മഹത്വം നാം ഓർത്തു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇതറിയിക്കുന്ന കാര്യത്തിൽ നമുക്ക് ലജ്ജ ഒഴിവാക്കാവുന്നതാണ്. എന്താണ് ഈ സുവിശേഷത്തിൻ്റെ മഹത്വം എന്നുള്ളത് ഒരു 7 കാര്യം ഞാൻ പറഞ്ഞു പോകാം, വിശദീകരിക്കുകയില്ല. ഈ 7 കാര്യങ്ങൾ കേട്ടാൽ നിശ്ചയമായും ഇത് ലജ്ജ കൂടാതെ പറയേണ്ടതാണെന്നുള്ള ഒരു ബോധം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും. ഒന്നാമത്, ഇത് ദൈവത്തിൻ്റെ സുവിശേഷമാണ്. റോമാലേഖനം 1-ാം അധ്യായം, ഇനി എപ്പോഴും വായിക്കേണ്ട, റോമാലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ മലയാളത്തിൽ നമുക്കത് കാണാൻ കഴിയുകയില്ല. അത് മലയാളത്തിൽ ഈ 2 വാക്കുകൾ, ദൈവം, സുവിശേഷം, ഇത് രണ്ടും വെവ്വേറെയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, ഗോസ്പൽ ഓഫ് ഗോഡ് എന്നാണ് ഒന്നിൽ നാം വായിക്കുന്നത്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ സുവിശേഷം. അപ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷമാണെങ്കിൽ നമുക്കെങ്ങനെ ഇത് അറിയിക്കുന്ന കാര്യത്തിൽ ലജ്ജ വരികയില്ലല്ലോ. ഇത് ദൈവത്തിൻ്റേതല്ലേ. അപ്പം നമ്മൾ ലജ്ജ കൂടാതെ പറയാൻ നമ്മെ അത് വളരെ പ്രേരിപ്പിക്കുന്നതാണ്. രണ്ടാമത്, ഈ സുവിശേഷത്തിൻ്റെ മഹത്വം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. ആ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും 10-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള. ഈ ലോകത്തിൽ ലജ്ജിക്കാൻ വകയുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ലോകമായത്. അതൊക്കെ ഞാൻ വിവരിക്കുന്നില്ല, കാരണം സമയത്തിൻ്റെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അല്പം സ്പീഡിൽ പോകുന്നത്. നമ്മൾ ആ പേര് തന്നെ പറയാൻ ലജ്ജയുളവാക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ സകല നാമത്തിനും മേലായ നാമമാണ് യേശുവിൻ്റെ നാമത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അതുപോലെ തേജസ്സും ബഹുമാനവും അണിഞ്ഞിരിക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. അതുകൊണ്ട് ഈ സുവിശേഷം എന്ന് പറയുന്നത് ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ്. അതുകൊണ്ട് നാം ലജ്ജിക്കാൻ പാടില്ല. മൂന്നാമത്, ഈ സുവിശേഷത്തിൻ്റെ മഹത്വം 1-ാം അധ്യായം 2-ാം വാക്യം, റോമാലേഖനം തന്നെയാണ്. അത് വാഗ്ദത്തം ചെയ്യപ്പെട്ട സുവിശേഷമാണ്. അതിനെക്കുറിച്ചൊക്കെ വിവരിക്കേണ്ടതാണ്, നമുക്ക് സമയമില്ല. വാഗ്ദത്തം ചെയ്ത് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ലോകത്തിൽ വരുന്നതിനു മുൻപ് തന്നെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ നാം വായിക്കുന്നു, യേശുക്രിസ്തുവിനെ ദൈവം മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്തതാണ്. അപ്പോൾ ആ വാഗ്ദത്തം ചെയ്തത് നിവർത്തിക്കപ്പെട്ടു, വാഗ്ദത്തം ചെയ്യപ്പെട്ട സുവിശേഷമാണ്. നാലാമത്, ഈ സുവിശേഷം രൂപാന്തരപ്പെടുത്തുന്നതാണ്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് ലജ്ജിക്കുന്നത്? രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷം. റോമാലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവിടെ രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷമൊന്നും എഴുതിയിട്ടില്ല. 1:3 റോമയിലെ വിശ്വാസികളെ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ വിളിക്കുന്നത്? റോമയിൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്നാണ് വിളിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവർ വിശുദ്ധന്മാരല്ലായിരുന്നു. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ 1-ാം അധ്യായം 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. അവിടെ കുറേ പാപങ്ങളുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. അത് പുറത്തു പറയാൻ കൊള്ളാത്ത കുറേ പാപങ്ങളാണ്. ഇവരും അതിൽ പെട്ടവരായിരുന്നു. എന്നാൽ അങ്ങനെയുള്ളവരെ
രൂപാന്തരപ്പെടുത്തിയത് കൊണ്ടാണ് പൗലോസ് സംബോധന ചെയ്യുന്നത് റോമയിൽ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്ന്. അപ്പോൾ ഇത് രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷമാകയാൽ ഇത് അറിയിക്കുന്നതിൽ ലജ്ജിക്കേണ്ട കാര്യമില്ല. അഞ്ചാമത് ഈ സുവിശേഷത്തിൻ്റെ മഹത്വം 1-ാം അധ്യായം 16-ാം വാക്യത്തിലാണ്. അത് രക്ഷിപ്പാൻ ശക്തിയുള്ള സുവിശേഷമാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും രക്ഷയ്ക്കായി ദൈവശക്തിയാകും. അപ്പോൾ ഇത് ദൈവശക്തിയാണ്. ഈ ദൈവശക്തിയുടെ അത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം എനിക്കങ്ങ് വിവരണത്തിന് ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. ഈ ദൈവശക്തിയുടെ ഒരു നിർവചനം കൊടുത്താൽ നമുക്കെന്തോ പറയാൻ കഴിയും? 2 കാര്യമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഈ ശക്തിയെക്കുറിച്ച്. ഒന്ന്, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ ആ ശക്തിയുടെ ആ സവിശേഷത പറയുന്നുണ്ട്. എന്താ പറയുന്നത്? സകലത്തെയും ഫിലിപ്പിയർ 3:21, ഇപ്പോൾ പറഞ്ഞത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലാണ്. സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി. അപ്പോൾ ഈ ശക്തിയെക്കുറിച്ച് പറയുന്നത് എന്താ? സകലത്തെയും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തിയാണ്. ഈ ശക്തിയുടെ മറ്റൊരു പ്രത്യേകത എഫേസ്യ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിലുണ്ട്. അവിടെ എന്താ പറയുന്നത്? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അളക്കാനാവാത്ത വിധത്തിലുള്ള, അളവിനപ്പുറമുള്ള ശക്തിയാണ് ഈ സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇതറിയിക്കുന്നതിൽ നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമില്ല. 6-മത് ഈ സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ 2:16 എൻ്റെ സുവിശേഷം. പൗലോസ് പറയുകയാണ് ഇതെൻ്റെ സുവിശേഷമാണ് എന്ന് പറഞ്ഞാൽ സുവിശേഷത്തോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രതിബദ്ധതയാണ് അത് വെളിപ്പെടുത്തുന്നത്. എൻ്റെ സുവിശേഷം. നമുക്കെല്ലാവർക്കും സുവിശേഷത്തോട് ഒരു പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഇതറിയിക്കുന്ന കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയില്ല? ലജ്ജിക്കുകയില്ല. അപ്പോൾ ആ പ്രതിബദ്ധത നഷ്ടപ്പെടുമ്പോഴാണ് ഇതറിയിക്കുന്നതിൽ നമ്മൾ ലജ്ജിതരായി മാറുന്നത്. ഏറ്റവും ഒടുവിലായി 7-മത് ന്യായം വിധിക്കുന്ന സുവിശേഷമാണ്. 2-ാം അധ്യായം 16-ാം വാക്യവും 2 തെസ്സലോനിക്കർ 1:10 വാക്യവും ന്യായം വിധിക്കുന്ന സുവിശേഷമാണ്. അപ്പോൾ നമ്മൾ വളരെ ഭാരത്തോടുകൂടി ഓർക്കേണ്ടത് ഈ സുവിശേഷമാണ് രക്ഷിക്കുകയും ചെയ്യുന്നത്, ഈ സുവിശേഷമാണ് ന്യായം വിധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സുവിശേഷം വിശ്വസിക്കാത്തവർ ന്യായവിധിയിലേക്ക് പോകും. അതുകൊണ്ട് ആത്മഭാരമുണ്ടെങ്കിൽ നമ്മൾ ലജ്ജിക്കാതെ ഈ സുവിശേഷം അറിയിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ സുവിശേഷത്തിൻ്റെ മഹത്വം. അതറിയുന്ന നാം ലജ്ജ ഒഴിവാക്കിക്കൊണ്ട് നാം സുവിശേഷം അറിയിക്കും. ഏറ്റവും ഒടുവിലായി സുവിശേഷത്തോട് ഉണ്ടായിരിക്കേണ്ട 4-മത്തെ മനോഭാവം, ആരാധനയുടെ മനോഭാവം ഈ സുവിശേഷത്തോടുണ്ടായിരിക്കണം. അതെവിടെയുണ്ട്? അതൊന്ന് വായിച്ചാട്ട് റോമാലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കാം. റോമർ 1:10 വാക്യം. എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സുവിശേഷ ഘോഷണത്തിൽ നോക്കണം. സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന നോക്കണം. അപ്പോൾ സുവിശേഷ ഘോഷണമെന്ന് പറയുന്നത് പൗലോസ് പറയുക എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന. അതേതാത്മാവ്? തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞപ്പോൾ തളർന്നു പോയ അതേതാത്മാവ്? അയ്യോടോ, ഞാനെൻ്റെ സമയം വെറുതെ കളയുകയാണ്. സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ഏതാത്മാവാ? വാസ്തവം പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് കരയണമെന്നുമുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടില്ലേ? ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന പരിശുദ്ധാത്മാവാണെന്ന് അല്ല, നമ്മുടെ മനുഷ്യാത്മാവ്.
ആരാധന എവിടുന്നാണ് വരേണ്ടത്? മനുഷ്യ ആത്മാവിൽ നിന്ന്. കർത്താവ് പറഞ്ഞു ആത്മാവിലും. അതേതാത്മാവാ? അനേകര് പരിശുദ്ധാത്മാവാന്നാ വിചാരിച്ചിരിക്കുന്നല്ല, നമ്മുടെ ആത്മാവാ. നമ്മുടെ ആത്മാവിൽ നിന്ന്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ നമ്മുടെ ആത്മാവിൽ അതേ പ്രയോഗമാണ് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം ഞായറാഴ്ച സഭയായിട്ട് കൂടി വന്ന് ദൈവാത്മാവിൻ്റെ സഹായത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന അതേ മനോഭാവം വേണം. സ്തോത്രം. ഈ സുവിശേഷം അറിയിക്കുന്ന കാര്യത്തിൽ. അല്ലാതെ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ അതിവിടെ പ്രയോഗിക്കാൻ നോക്കുമോ? ഈ ഓൺലൈനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലൊരു പറയാറുണ്ട്, ആർക്കാനും വേണ്ടി ഏതാണ്ട് ചെയ്യുക. അതെന്നാന്ന് നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. ആർക്കാനും വേണ്ടി. ഇതാർക്കാനും വേണ്ടി ചെയ്യുന്നത് പോലെ ചെയ്യണ്ട. വയ്യമ്മിപ്പൻ്റെ ഒരു യാമാണല്ലോ, വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുകയാണല്ലോ, എന്നാലേ അവിടം വരെ ഒന്ന് പോയേക്കാം. അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ലിത്. ചില മിടുക്കന്മാരെ എനിക്കറിയാം, 4, 5, 5 ഗ്രൂപ്പുകളായിട്ടൊക്കെ പിരിഞ്ഞ്, സമയമില്ല, ഗ്രൂപ്പുകളായിട്ടൊക്കെ ഇങ്ങനെ പിരിഞ്ഞു പോകും. ഈ രണ്ടായിട്ടാണ് പോകുന്നത്. യേശു അങ്ങനെയാണല്ലോ അയച്ചത്. അങ്ങനെ ഈ രണ്ടായിട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, ചില ആളുകളുണ്ട് അടുത്ത വീട്ടിൽ കയറുന്നത് വരെ മറ്റൊരാളെ കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കും കയറുന്നത്. അങ്ങനെയുള്ള ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയില്ലയോ? ഉണ്ട്. ആരുടെയെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ട് ആ വീട്ടിൽ കയറാറാകുമ്പോൾ പറയും, നമുക്കിനി അവിടുന്ന് കയറി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ബാക്കി എങ്ങനെ ആളുകൾ ഗുണം വരുമെന്നായി പറയുന്നത്. എങ്ങനെ ആളുകൾ ഗുണം വരും? ഞാനൊരു വസ്തുത പറയാം. നാം സുവിശേഷ വേലയ്ക്ക് പോകുമ്പോൾ സഹോദരി സഹോദരന്മാരെ, അത് സുവിശേഷകന്മാരാണേലും വിശ്വാസികൾ ആരുമായിക്കൊള്ളട്ടെ, രക്ഷിക്കപ്പെട്ട ഏത് വ്യക്തിയുമായിക്കൊള്ളട്ടെ, ഗ്രൂപ്പായിട്ടോ അല്ലാതെയോ സുവിശേഷം പറയാൻ പോകുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ അതും ഇതുമൊക്കെ പറഞ്ഞ് രാഷ്ട്രീയവും പറഞ്ഞ് മറ്റവരുടെ കാര്യവും പറഞ്ഞ് ഇവരുടെ കാര്യവും പറഞ്ഞ് പോയി ചെയ്യേണ്ട ഒരു ശുശ്രൂഷയല്ലിത്. ഇതിനൊരു മാനസികമായ ഒരു ഒരുക്കം വേണം. ഞാൻ ഈ വിഷയത്തിന് വേണ്ടി എത്ര ദിവസമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് ഡോക്ടറുടെ വീട്ടിൽ താമസിക്കുമ്പോഴും വളരെ ഹൃദയഭാരത്തോടുകൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു ഉത്തരവാദിത്വം ജനത്തിൻ്റെ തലമേൽ വെച്ചു കൊടുക്കേണ്ട ഒരു ശുശ്രൂഷയാണിത്. എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? വിശ്വാസികളെന്ന് പറഞ്ഞാൽ കർത്താവ് വരുമ്പോൾ പോകാൻ ഇങ്ങനെ 1, 2, 3 ഇതാ പറന്നുപോയി ആണോ? നമ്മളൊക്കെ അങ്ങനെയാ ധരിച്ചു വെച്ചിരിക്കുന്നത്. വരും. ഒരു തെസ്സലോനിക്ക ലേഖനം കാണാതും പഠിച്ചിട്ടുണ്ട്. കാര്യം എന്നാ പഠിക്കാൻ കാര്യം? ചത്ത് കിട്ടുന്നിടത്തെല്ലാം ഇതാണ് ഉപദേശിമാർ വന്ന് കർത്താവ് തൻ ഗംഭീരം. അവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വരെ കർത്താവ് എന്ന് പറഞ്ഞാൽ അവർ ബാക്കി അവനങ്ങ് പൂരിപ്പിച്ചോളും. ഇല്ലേ? ഇതാണോ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്? ഇത് ചെലവ് ചെയ്തുള്ള ജീവിതമാ, ഇത് ഉത്സാഹം കഴിച്ചുള്ള ജീവിതമാ, ഇത് അലസന്മാർക്കുള്ള ജീവിതമല്ല, മടിയന്മാർക്കുള്ള ജീവിതമല്ല. യേശു സുവിശേഷം അറിയിക്കാൻ പോയതൊക്കെ എന്തൊരാത്മാവിലാണെന്നറിയാം. അങ്ങേര് പോയത്. അങ്ങേരാകപ്പാടെ വാഹനത്തെ കയറിയത് 2 പ്രാവശ്യം. ഇല്ലേ ഡോക്ടറെ? ഇതും ഒരു ഡോക്ടറാണെന്ന് എനിക്ക് ഇപ്പോൾ ഇൻ്റർവെൽ വന്നപ്പോഴാണ് മനസ്സിലായത്. യേശു ആകപ്പാടെ വാഹനത്തിൽ കയറിയത് 2 പ്രാവശ്യമാണ്. ഒന്ന് വാ വിളിച്ചു പറ. വീട്ടിൽ വേറെ ഇത് കഴിഞ്ഞാലിപ്പോൾ കേട്ടോണം ബഹളമൊക്കെ. ശാപ്പാടിൻ്റെ മുമ്പേ ഇരിക്കുമ്പോൾ ശാപ്പാടുണ്ടല്ലോ അല്ലേ? ഒന്നാമത് എവിടെ കയറി? പടകിൽ കയറിപ്പോയി. അതാണ് ഒന്ന്. രണ്ടാമതോ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി. അതിൽ ബാക്കി മുഴുവൻ അദ്ദേഹം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പറഞ്ഞേ നിങ്ങൾ. ഹൃദയമൊന്ന് ചൂടാകട്ടെ. നടപ്പായിരുന്നു. എത്ര കിലോമീറ്റർ നടന്നുവെന്ന് നമുക്കറിഞ്ഞുകൂടാ. ചെരുപ്പുണ്ടായിരുന്നു. ചെരുപ്പുള്ളതിൻ്റെ തെളിവെന്താ? യോഹന്നാൻ ശ്രാവകൻ പറഞ്ഞു അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ. അപ്പം ചെരുപ്പുണ്ടായിരുന്നു. മനസ്സിലാക്കണം നിങ്ങൾ. ഇങ്ങനെയൊക്കെയാണെന്നേ ചിന്തിക്കേണ്ടത്. അല്ലാതെ കുറേ ഇവിടെ വന്ന് കമ്പ് പോലെ നിന്ന് എന്തെങ്കിലും പറഞ്ഞേച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. എത്ര കിലോമീറ്ററാ? ഇനി 3.5 വർഷത്തെ മാറ്റം എടുക്കാം. 30 വർഷം വരെ മാതാപിതാക്കൾക്ക് നസ്രയത്തിൽ എന്ത് ചെയ്തു? കീഴടങ്ങിയിരുന്നു. അത് വിട. ബാക്കി 3.5 വർഷം
3.5 വർഷമെന്ന് പറയുന്നത് ചാണ്ടപ്പിള്ള 48-49 വർഷം നടന്നതിനേക്കാൾ 10 മടങ്ങാണ് അങ്ങേര് നടന്നത്. 10 മടങ്ങ്. ഉണ്ടോ വല്ല ഭാരം നിങ്ങൾക്ക്? ചുമ്മാ നടക്കുകയായിരുന്നു, പ്രസംഗിച്ച് നടക്കുകയായിരുന്നു. പ്രസംഗം കഴിഞ്ഞാൽ ഉടനെ ആൾക്കാരെ എല്ലാം കൂടെ തള്ളിക്കൊണ്ട് വരിക. ഇതാണ് ഇവന് പക്ഷപാതമാണ്, ഇത് കുരുടനാ, ഇത് കുഷ്ഠരോഗിയാ, എല്ലാത്തിനും സൗഖ്യം കൊടുക്കണം. സമയത്ത് വല്ലതും കഴിക്കുന്നുണ്ടോ? ചില ചിന്ത എന്നാന്നറിയാമോ? ദൈവമായതുകൊണ്ട് പുള്ളിക്ക് കഴിച്ചില്ലേലും ദൈവം മനുഷ്യനായിട്ട് ഇവിടെ വന്നേ. അദ്ദേഹത്തിന് വിശന്നു, അദ്ദേഹത്തിന് ദാഹിച്ചു, അദ്ദേഹം ക്ഷീണിച്ചു, ഇല്ലേ? എഴുതിയിട്ടില്ലേ? ഈ ഒരൊറ്റ പ്രസംഗത്തിൽ ഇവിടെ നമുക്ക് ഒരു വലിയ കോളിളക്കം ഉണ്ടാക്കണം. പ്രിയപ്പെട്ടവരെ, കോളിളക്കം ഉണ്ടാക്കണം. ക്ഷീണിച്ചും വിശന്നും ദാഹിച്ചും കിലോമീറ്ററുകൾ താണ്ടിയതിനൊരു കണക്കുമില്ല. എന്നിട്ട് ഇതെല്ലാം ചെയ്തേച്ചു പുള്ളി മർക്കോസ് സുവിശേഷത്തിൽ എന്നാ പറയുന്നറിയാമോ? എനിക്ക് അടുത്ത ഊരിൽ പോയി, അതിനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആ വാക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അടുത്ത ഊരുകളിലും എനിക്ക് പോയി പ്രസംഗിക്കണം, അതിനായിട്ടല്ലോ ഞാൻ വന്നിരിക്കുന്നത്. വിശ്വാസിയെ, അതിനായിട്ടാണ് ദൈവം നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്, ഇല്ലേ? കോവിഡ് വന്നില്ലേ? വന്നായിരുന്നു. വന്നു, ചത്തുപോയില്ലല്ലോ. എനിക്കും വന്നു, ഞാനും ചത്തുപോയില്ലേ? ചത്തുപോയിരുന്നു ഇവിടെ നിൽക്കുകയല്ലേ. കോവിഡ് ഇവിടെ പലർക്കും വന്നില്ലേ? നമ്മുടെ സഹോദരങ്ങൾ എത്ര എണ്ണമാ പോയത്? നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര എണ്ണമാ പോയത്? ഒടുവിൽ ഒരു അന്ത്യചുംബനം പോലും കൊടുക്കാൻ കഴിയാതെ. മനസ്സിലാക്കണം നിങ്ങൾ, ഒരു ദൈവമക്കളുടെ ശുശ്രൂഷ അനുഭവിക്കാതെ JCB കൊണ്ട് കുഴിയെടുത്ത് JCB തന്നെ തള്ളി ആരും കാണാതെ അകത്തിട്ടു. ചിന്തിക്കേണ്ടതായി ഇത്. എന്തിന് എന്നെ നിങ്ങളെ നിർത്തിയിരിക്കുന്നു? കുറെ ശാപ്പാടടിക്കാനാണ്? ആണോ? കുറെ കാശുണ്ടാക്കാനാണ്? ചിന്തിക്കണം മക്കളെ, ചിന്തിക്കണം. നെഞ്ചും കൂട് തകരണം. നിർത്തിയിരിക്കുക. എന്തിനാ? നമുക്ക് മുൻപേ ഒരാൾ പോയിരിക്കുന്നു. ഇനി ഈ പകല് മുഴുവൻ ഈ നടപ്പും നടന്ന് പ്രസംഗവും നടന്ന് സൗഖ്യം കൊടുക്കുന്നു നടന്നിട്ട് വൈകിട്ടെന്താ പുള്ളിക്ക് പരിപാടി? പറഞ്ഞേ. അയ്യോ, തളർന്നെന്ന് തോന്നുന്നു. ഇത്രയും കേട്ടപ്പോൾ അല്ലേ? തളരാൻ പോകുന്നേ ഉള്ളൂ. പ്രാർത്ഥിക്കാൻ മലയെ പോവുക. നമ്മുടെ ഓൾ നൈറ്റ് പ്രെയർ ഒന്നുമല്ല. ആണോ? നമ്മുടെ ഓൾ നൈറ്റ് പ്രെയർ എപ്പോൾ തുടങ്ങും? ഇതുവരെ ഇല്ലാത്ത രീതിയിലാണല്ലോ ഇരിപ്പ് കണ്ടാൽ. ഇവിടെ ഇല്ല. അതാ കാര്യം. ഞാൻ അല്ലാത്തടത്തൊക്കെ ഓൾ നൈറ്റ് പ്രെയർ ഉണ്ട്. തുടങ്ങുന്നത് 9 മണിക്കാണ്. 9 മണിക്ക് ഓൾ നൈറ്റ് പ്രെയർ എന്ന് പറയും. എല്ലാവരും കൂടി ഇങ്ങോട്ടിഞ്ഞ് വരും. വന്നിട്ട് 9 വരെ അതും ഇതും പറഞ്ഞുകൊണ്ട് ഇരിക്കും. 9 ആകുമ്പോൾ നമുക്ക് തുടങ്ങാം. ഏതാണ്ട് ഒരു 12 കഴിയുമ്പോൾ എല്ലാവരും അവരവരുടെ പൊഴിഞ്ഞു പോകും. ഒടുവിൽ യേശുവും സ്ത്രീയും മാത്രം ശേഷിച്ചെന്ന് പറഞ്ഞതുപോലെ സംഘാടകർ 1-2 മാത്രം. ഇതാണോ എൻ്റെ യേശുവിൻ്റെ ഓൾ നൈറ്റ് പ്രെയർ? അതല്ലായിരുന്നു. ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷത്തിന്റെ ആദ്യ അധ്യായത്തിൽ പറയുന്നു, യേശു രാത്രി മുഴുവനും പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ കഴിച്ചുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ യേശുവിൻ്റെ മക്കളല്ലേ നമ്മൾ? ആ യേശുവിൻ്റെ സന്തതികളല്ലേ നമ്മൾ? ആ ഒരു പുരുഷത്വം വേണ്ടേ? വേണ്ടെന്നാണ് പറയുന്നത്. യോഗം തന്നെ വേണ്ടെന്നാണ്. മാറണം. ആരാധനയുടെ ഒരു മനോഭാവത്തിൽ വേണം ഈ സുവിശേഷം അറിയിക്കാൻ. ഓക്കെ, അപ്പോൾ ആ കാര്യം കഴിഞ്ഞു. 4 കാര്യം ഞാൻ ഓർപ്പിച്ചു. ഒന്ന് പറയാമോ? സുവിശേഷത്തോട് ഉണ്ടായിരിക്കേണ്ട മനോഭാവം. 1, കടക്കാരാണെന്നുള്ള മനോഭാവം. 2, എപ്പോഴും ഒരുക്കമുള്ള മനോഭാവം. 3, ലജ്ജ ഒഴിവാക്കുന്ന മനോഭാവം. 4, ആരാധനയുടെ മനോഭാവത്തിൽ വേണം സുവിശേഷം അറിയിക്കാൻ. ഇനി ഞാൻ ഈ എഴുതിയ പേജുകളെല്ലാം അങ്ങ് മറിക്കുക. കാരണം സമയം പാലിക്കണം. 1:15 അല്ലേ? എന്നല്ലേ പറഞ്ഞേ? 1:10 പറഞ്ഞു. ഒരു 5 കൂടെ ഞാൻ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇനി അടുത്തത്
എന്തുകൊണ്ട് നാം സുവിശേഷം അറിയിക്കണം? സുവിശേഷം അറിയിക്കാനുള്ള കാരണം എന്താണ്? അതിന് ഞാൻ ഒരു 6 കാര്യം പറയാൻ പോവുക. 6 കാര്യം. ഇതുകൊണ്ടെങ്കിലും ഈ 6 കാര്യങ്ങൾ തീരുമ്പോൾ നമ്മൾ ശരിയാകണം. ഇനി ഇതും കൂടെ കേട്ടിട്ട് ശരിയാകുന്നില്ലെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. പോക്കാന്ന് ഞാൻ പറയത്തില്ല. ഏലും രക്ഷിക്കപ്പെട്ടല്ലോ. നമ്മുടെ രക്ഷയെന്ന് പറയുന്നത് കൃഷ്ണൻകുട്ടി സഹോദരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെമ്പ് കലത്തിനകത്താ ഇരിക്കുന്നത്. അത് പൊട്ടിപ്പോവുകയില്ല. ആ ഒരാശ്വാസമേ നമുക്കുള്ളൂ, ഇല്ലയോ? ഉറങ്ങിയിരുന്നാലും ഉണർന്നിരുന്നാലും നാം അവൻ്റെ വരവെങ്കിൽ എന്തു ചെയ്യും? അത് മനസ്സിലാക്കിയിട്ടാണ് ഞായറാഴ്ച ബഹുഭൂരിപക്ഷം ഉറങ്ങുന്നത്. അവരുടെ ചിന്തയിൽ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറയുന്ന ഉറക്കം ഈ ഉറക്കം വന്ന് അനേകരും നിദ്ര കൊള്ളുന്നു. ഈ 6 എണ്ണവും കൂടെ ചിന്തിക്കുമ്പോൾ നമുക്കൊന്ന് മാറാം. പിള്ളേർ പറയുന്ന പോലെ ഒന്ന് മാറിപ്പിടിക്കാം, അല്ലേ? മാറിപ്പിടിക്കാം. നമ്മുടെ അവസ്ഥയൊക്കെ മാറട്ടെ. ചെറുപ്പക്കാർ ഒത്തിരി വന്നിട്ടുണ്ടല്ലോ, മാറട്ടെ. ചെറുപ്പക്കാരികളും വന്നിട്ടുണ്ട്, നിങ്ങളെയും ഞാൻ ഗണിക്കുകയാണ്. മാറട്ടെ. നിങ്ങൾക്ക് തന്നെ ഒന്നുമില്ലേ ശുശ്രൂഷ? അയ്യോ, യേശുവിൻ്റെ കൂടെ എന്തുമാത്രം സ്ത്രീകളാ, സഹോദരിമാരുണ്ടായിരുന്നില്ലേ? ഇല്ലേ? വായിച്ചിട്ടില്ലേ നിങ്ങൾ? അവർ അവരുടെ ഇവർക്കിഷ്ടം എപ്പോഴും സങ്കീർത്തനമാണ്. എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇരുന്നു കൊള്ളാം. മൊത്തം സുവിശേഷത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് കേൾക്ക്. ആ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ വസ്തുവക കൊണ്ട് അവനെ ശുശ്രൂഷിച്ചു പോകുന്നു. സ്തോത്രം. അപ്പം നിങ്ങളുടെ പങ്കെന്തു പറയുന്നത് ചെറുതല്ലെന്നേ. ഞാനങ്ങനെ ചിന്തിക്കുന്നയാളാണ്. ചില ക്രമീകരണം സഭയിൽ വെച്ചിട്ടുണ്ട് വചനപ്രകാരം. അതൊഴിച്ചാൽ നിങ്ങളെല്ലാവരും പുരുഷന്മാരെ പോലെ കൃപയ്ക്കാരാ. അതും അറിയത്തില്ല. അതാ നിങ്ങളിങ്ങനെ താഴെ കിടക്കുന്നത്. കൃപയ്ക്ക് നിങ്ങൾ കൂട്ടവകാശികളാണ്. കൂട്ടവകാശികളാണ്. ഞാൻ പറഞ്ഞല്ലോ, 23-ാം വയസ്സിൽ ദൈവവേലയ്ക്ക് ഇറങ്ങിയ ഒരു മനുഷ്യനാണ് ഞാൻ. അന്ന് കിട്ടിയ ദർശനം, എനിക്ക് ദൈവസന്നിധിയിൽ നിന്ന് എനിക്കിപ്പോൾ എൻ്റെ കാര്യം പറയാമല്ലോ. അന്ന് കിട്ടിയ ദൈവീക ദർശനമുണ്ടല്ലോ, എൻ്റെ ദൈവം നമ്മുടെ മധ്യയുണ്ട്. 1% പോലും കുറഞ്ഞു പോയിട്ടില്ല. ഓരോ ഇഞ്ച് വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇന്നും ആളുകളെ കാണുമ്പോൾ ഇയാൾ കേട്ടിട്ടുണ്ടോ? അയ്യോ, നശിക്കുകയാണോ ഇയാൾ? ഈ ഒരു ഭാരം ഇന്നും എൻ്റെ ഉള്ളത്തിൽ ആളുകളെ കാണുമ്പോഴുണ്ട്. അല്ലാതെ ഇനി ഞാൻ വയസ്സനായി, ഇത്രയും കോലം ഞാൻ കുറേ ചെയ്തതാണല്ലോ. പണ്ടൊരുത്തൻ പറഞ്ഞ് എൻ്റെ ആയ കാലത്ത് 5 ആഞ്ഞിലിച്ചക്ക ഞാൻ ഒന്നിച്ചെടുത്തിട്ടുണ്ടെന്ന്. പണ്ട് ചെയ്തത് ഇങ്ങനെ പറഞ്ഞോണ്ടങ്ങ് ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ അത് ചെയ്തപ്പോൾ. ഏത് പ്രായത്തിലും നാക്കനങ്ങുന്നുണ്ടോ? ഈ നാക്കനങ്ങുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? മരിക്കുന്നതിൻ്റെ 1 മിനിറ്റ് വരെയും ഒരുത്തനെ കിട്ടിയാൽ അവനോട് സുവിശേഷം പറയാം. പറയരുതോ? അവിടെ നോക്കുന്നു, ശൂന്യകാര്യത്തെ നോക്കുന്ന പോലെ എന്നെ നോക്കുന്നു. നിങ്ങളെന്നെ തുറിച്ച് നോക്കുന്നത്. മരിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് നമുക്ക് സുവിശേഷം പറയാമെന്നേ. അങ്ങനെ ഒരാൾ ചെയ്തു മോനെ. ഒരാൾ ചെയ്തു. അവനെ കൊണ്ട് പർദീസയിൽ പോയെന്നേ. ആരാ? നമ്മുടെ യേശു. ഹല്ലേലൂയ.
2 കൈകളും ആണികളാൽ തറച്ചിരിക്കുക, 2 കാലുകളും ആണികൾ കൊണ്ട് തറച്ചിരിക്കുക, വിലാപ്ര കുത്തി തുളച്ചിരിക്കുക, ശിരസിൽ മുൾക്കിരീടമാ, തല മുതൽ പാദം വരെ രക്തമൊഴുകുക, ഇതാ തീരാൻ പോകുക. ആ സമയത്ത് അടുത്ത് കിടക്കുന്ന ഒരുത്തൻ പറയുക, എന്നെ കൂടെ കൊണ്ടുപോകണേ, എന്നെ കൂടെ കൊണ്ടുപോകണേ, എന്നെ കൈവിട്ട് കളയരുത്, എന്നെ കൂടെ കൊണ്ടുപോകണമേ. അപ്പോൾ എന്തോ പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ എൻ്റെ അപ്പൻ മരിക്കുന്ന മിനിറ്റിലും ഒരുത്തനെ പർദീസയിലെത്തിച്ചെങ്കിൽ, എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ആരോഗ്യമുള്ളിടത്തോളം കാലം, നാവിന് ബലമുള്ളിടത്തോളം കാലം, ഓർമ്മയുള്ളിടത്തോളം കാലം, മരിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് നിനക്ക് സുവിശേഷം പറഞ്ഞ് ആരെയും ഒക്കെ രക്ഷയിലേക്ക് കൊണ്ടുവരാം. ഡോക്ടർമാർക്ക് ഒരുപാട് സാധ്യതയുണ്ട്. സ്റ്റെതസ്കോപ്പ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുവിശേഷം പറയാം. പറയുന്ന ഡോക്ടേഴ്സ്മാരെ എനിക്കറിയാം, ഇവിടെ വരും, അങ്ങനെ ട്രാക്ട് അവരുടെ അടുക്കലുണ്ട്, ഇങ്ങനെ അടുക്കി ഞാൻ കണ്ടിട്ടുണ്ട്. സൗദിയിൽ പിന്നല്ലേ വേറെ കാര്യം, സൗദിയിൽ ചികിത്സിച്ച് കഴിഞ്ഞ് അവരങ്ങോട്ട് പോകാൻ നേരത്തെ തോരണം എടുത്ത് ഒരു വലിയ ബൈബിളും അവിടെ ഉണ്ട്, വലിയൊരു ബൈബിളും വെച്ച് ഞാൻ ആ ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ ഇരിക്കുന്ന മുറിയിൽ എന്നെ കൊണ്ടുപോയപ്പോൾ കണ്ടതാ. ആർക്കും ഏത് ജോലിക്കാർക്കും ചെയ്യാൻ കേട്ടോ. ദൈവം സഹായിക്കട്ടെ. നമുക്കിന്നൊന്നും മാറരുതോ, ഇന്നൊരു മാറ്റം ഉണ്ടാകരുതോ? ദൈവം സഹായിക്കട്ടെ. അപ്പോൾ എന്തുകൊണ്ട് സുവിശേഷം അറിയിക്കണം? ഒന്ന് ഉന്നതത്തിൽ നിന്നുള്ള കൽപ്പനയുള്ളതിനാൽ സുവിശേഷം അറിയിക്കണം. ഉന്നതത്തിൽ നിന്നുള്ള കൽപ്പനയുള്ളതിനാൽ സുവിശേഷം അറിയിക്കണം. മത്തായി 28:18 എന്താ അവിടെ എഴുതിയിരിക്കുന്നു? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ. എന്തുകൊണ്ട് സുവിശേഷം അറിയിക്കണം? എന്തുകൊണ്ടാ? പറ. ഉന്നതത്തിൽ നിന്നുള്ള കൽപ്പനയുള്ളതിനാൽ എന്ത് ചെയ്യണം? ഈ കൽപ്പിച്ചിരിക്കുന്നത് ആരാണെന്നുള്ളതാണ് ഈ കൽപ്പനയുടെ മഹത്വം. ആരായി കൽപ്പിച്ചിരിക്കുന്നു? യേശു ആണെന്ന്. എങ്ങനെയുള്ള യേശു? അവിടെ കിട്ടണം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ളവനാണ് നമ്മളോട് പറയുന്നത്. നിങ്ങൾ പുറപ്പെട്ടു പോയി പറയണം. അയ്യോ, ഇവിടുത്തെ ഗവൺമെന്റ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ പയ്യെ പറയാം, പിണറായി പോകാൻ പറഞ്ഞാൽ നാളെ വിവരം അല്ലാതെ മനുഷ്യൻ അറിഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? അല്ലാതെ മനുഷ്യൻ എന്തെങ്കിലും കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അവനെ ഏതെങ്കിലും കേസിൽ പെടുത്തി അകത്ത്. അപ്പം പിന്നെ അദ്ദേഹം ഇടുന്ന ഓർഡർ അനുസരിക്കാതിരുന്നാലോ? കുഞ്ഞുങ്ങളെ, പ്രായമുള്ള സഹോദരിമാരെ, ചെറുപ്പക്കാര സഹോദരന്മാരെ, ഓർക്കണം, സുവിശേഷം എന്തുകൊണ്ട് അറിയിക്കണം? ഒന്ന്, ഉയരത്തിൽ സകല അധികാരവും ഉള്ളവനാണ് നമ്മളോട് പറഞ്ഞത്, പോയി സുവിശേഷം അറിയിക്കണം. ചിന്തിച്ചിട്ടുണ്ടോ ഇത്? നമുക്ക് വരുന്നൊരു കുഴപ്പം ഞാൻ പറയാം. നമുക്ക് വാക്യങ്ങളെല്ലാം നല്ല പരിചയം ആണ്. ഒന്ന് തുടങ്ങിക്കൊടുത്താൽ മതി, വാക്യം കൊണ്ടങ്ങ് പൊക്കോളും അല്ലേ? വാക്യം കൊണ്ടങ്ങ് പൊക്കോളും. പക്ഷെ ഇതൊന്നും വിശ്വസിക്കുന്നില്ലെന്നുള്ളതാണ്. ഞാനൊരു ചോദ്യം ചോദിക്കും. ഇയാൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായില്ല. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാ. യേശു വരുമെന്ന് എത്ര പേർക്കറിയാം? അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയാട്ടെ. അപ്പം എല്ലാവർക്കും യേശു വരുമെന്ന് അറിയാം. ചോദ്യം 2, വരുമെന്ന് വിശ്വാസമുള്ളവരൊന്ന് കൈപൊക്കിയാട്ടെ.
നിരങ്ങിയാ പൊക്കുന്നത്, താഴെ ഇട്ടോ. ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടേൽ ഇങ്ങനെയാണോ പോകുന്നത്? ഉണ്ടേൽ ഇങ്ങനെയാണോ പോകുന്നത്? ഇവിടുന്ന് പോകണ്ടേ? എന്നാ കൊണ്ട് പോവും? പണ്ടൊരു പാസ്റ്റർ പറഞ്ഞു, ഞാൻ പലയിടത്തും പറഞ്ഞു, ഒരു പാസ്റ്ററുടെ കടമെടുത്ത എല്ലാവരും എല്ലാം കൊണ്ട് അങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ആകെ ഒരു കണ്ണടയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. എൻ്റെ മോക്ക് ഉൾപ്പെടെ പോയവർക്കെല്ലാം എന്തോ വെച്ച് കൊടുക്കും? കണ്ണട. മുഖത്തിൻ്റെ വൃത്തികേടങ്ങ് മാറിക്കോട്ടെ, കണ്ണട. ഞാൻ ചിലപ്പോൾ അവർക്ക് ശവക്കുഴി പോയി എന്നെ വേദപുസ്തകം വായിക്കാൻ പോവാണ്. എല്ലാവർക്കും കൊടുത്തു വിടുന്ന സാധനമാണ്. അതുകൂടെ കൊടുക്കും, 2 എണ്ണം വെച്ച് കൊടുക്കുകയായിരിക്കും. നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ സഹോദരിമാരെ, സഹോദരന്മാരെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതം തോന്നും, അല്ലെങ്കിൽ എന്താ ഇയാൾ ഈ വട്ടം പറയുന്നു തോന്നും. നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലെന്നേ ജീവിക്കുന്നത്. അല്ല. ഒരു സഹോദരിയോട് ശരിക്കും ഹൃദയം തുറന്നു മിണ്ടിയിട്ട് എത്ര ദിവസമായി? പറ. യേശു വരുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ആയിരിപ്പിരിക്കുക. നിങ്ങൾ എന്നോട് കളി പറയരുത്. പറയൂ. ഒരു സഹോദരനുമായി വഴക്കുണ്ടാക്കി ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? നീ യേശു വരുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അത് തുടരാൻ പറ്റുമോ ഡോക്ടറെ? പറ്റത്തില്ല. ഇതൊക്കെ വെളിപ്പെടുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എന്തില്ല? വിശ്വാസമില്ല. പലരുടെയും മുഖം വികൃതമാകുന്നുണ്ട്. സമയമില്ല, അല്ലെ പിന്നെ കുറെ കൂടെ വികൃതമാക്കായിരുന്നു. വിശ്വസിക്കുന്നില്ല. ഫിലിപ്പ് ലേഖനത്തിലൊരു വാക്യമുണ്ട്, ഓരോരുത്തൻ സ്വന്തം കാര്യം നോക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ കാര്യം ആരും. അതല്ലേ നമ്മുടെ അവസ്ഥ? ഞാൻ 3-4 പേരെ ഇന്ന് വിളിച്ചു. എൻ്റെ സുഹൃത്തുക്കളാ, തൃശ്ശൂരുള്ളതാ. ഒന്ന് മുഖം കാണാം, ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. എല്ലാവരും മറ്റേ പുള്ളി ക്ഷണിക്കാൻ ചെന്നതുപോലെ ഒരുത്തൻ പെണ്ണ് കെട്ടാൻ പോകുന്നു, ഒരുത്തൻ കാളയെ വാങ്ങിക്കാൻ പോയി, അത് ശോധന ചെയ്യാൻ പോകുന്നു, ഒരുത്തൻ നിലം നോക്കാൻ പോകുന്നു. നമുക്കതാണെന്നേ ചിന്ത. ലോകം വേണ്ടേ എനിക്ക്? പാട്ടുപുസ്തകത്തിലെ പാടുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? നാക്കിന് ബലമുണ്ടെങ്കിൽ, കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ പാടുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യും. എന്നോ മുടിഞ്ഞ കള്ളവാ പറയുന്നതെന്നറിയാമോ? നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യും അന്ത്യം വരെ, അല്ല തീർന്നു നിൻ സവിതയെ വരാതില്ല എനിക്ക് പാരിൽ എന്താ അമ്പം പോയി എന്നോ കള്ളവാടിക്കുന്നത്. ചിന്തിച്ചു നോക്ക് നിങ്ങൾ, ശരിയല്ലേ അത്? വേലയുണ്ട്. ഈ വേലയല്ലെന്ന് നിന്റെ പേര് ഞങ്ങൾ ചെയ്യും. എന്തുകൊണ്ട് സുവിശേഷം അറിയിക്കണം? ഉയരത്തിലെ കൽപ്പന. അദ്ദേഹം വേല ചെയ്ത് നമ്മളെ കാണിച്ചു. എങ്ങനെയാ നമ്മൾ ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ, 3:8 വായിക്കുമ്പോൾ ഇങ്ങനെയൊരു പ്രയോഗമുണ്ട്. അത് എന്നെ വളരെ സ്പർശിച്ചിട്ടുള്ളൊരു വചനമാണ്. ആമോസ് 3:8. വായിച്ചേ മോനെ. ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യഹൂദ്യർക്ക് വിറ്റുകളയും, അവർ അവരെ ദൂരത്തുള്ള ജാതിയായ ശകായർക്ക്. മോനെ, ആമോസ് 3:8 ആണോ? അല്ല. എന്നാ ഇനി ഞാൻ അങ്ങ് പറയാം. എന്നെടുത്തോ, അത് ആമോസ് ആണോ? എന്നാ 3:8 വായിച്ചു. ആ പുള്ളി ഒന്ന് വായിച്ചോട്ടെ. ഗർജിക്കും. കേട്ടോ അദ്ദേഹം വായിച്ചതും ആ എഴുതിയിരിക്കുന്ന വചനം പോലെ വായിച്ചത്. സിംഹം ചിച്ചിരിക്കുന്നു. ആരെ?
നോക്ക് നിങ്ങൾ, സിംഹം ഗർജിച്ചിരിക്കുന്നു, ആര് ഭയപ്പെടാതിരിക്കും? ഉയരത്തിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടിരിക്കുന്നു, ആരനുസരിക്കാതിരിക്കും? നിങ്ങൾ ചിന്തിക്കും സഹോദരിമാരെ, ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരിക സഹോദരന്മാർക്ക്. ആരനുസരിക്കാതിരിക്കും? ഉയരത്തിൽ ഗർജിക്കുന്നു. ഹല്ലേലൂയ. ഒരു പട്ടാളക്കാരന് അവൻ്റെ സേനാനായകനെ അനുസരിക്കാതിരിക്കാൻ പറ്റുകയില്ല. മിലിറ്ററി ജോലിയുള്ളവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരിക്കുമല്ലോ, ഉണ്ടായിരുന്നവർ. ഒരു പടയാളിക്ക് അവൻ്റെ ക്യാപ്റ്റനെ, അവൻ്റെ സേനാനായകനെ അനുസരിക്കാതിരിക്കാൻ അനുസരിച്ചേ പറ്റൂ. എന്തു വില കൊടുത്തും അവൻ അനുസരിക്കണം. എങ്കിൽ കാൽവറിയിലെ ക്രൂശിൽ സ്വന്തം ജീവനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി തന്ന് അവനോടുകൂടെ ഉയർപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്ന നമ്മെ സംബന്ധിച്ച് യേശുവിൻ്റെ കൽപ്പന എത്രയധികമായിട്ട് അനുസരിക്കണം, എത്രയധികമായിട്ട് അനുസരിക്കണം. അതുകൊണ്ട് നാം സുവിശേഷം പറയണം. രണ്ട് എന്തുകൊണ്ട് സുവിശേഷം അറിയിക്കണം? ഉള്ളിൽ നിന്നുള്ള പ്രേരണ കൊണ്ട് സുവിശേഷം അറിയിക്കണം. ഉള്ളിൽ നിന്നുള്ള പ്രേരണ കൊണ്ട് എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കണം. 2 കൊരിന്ത്യർ 5:14 അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. കിടക്കട്ടെ. എന്തുകൊണ്ടാണ് ഇത് അറിയിക്കേണ്ടത്? ഉള്ളിൽ തിക്കുക. എന്താ തിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ആ സ്നേഹമല്ലേ കുരിശിൽ വെളിപ്പെടുത്തിയത്? ആ സ്നേഹം എൻ്റെ ഹൃദയത്തെ നിർബന്ധിക്കുകയാ, തിക്കിത്തിരക്കുകയാ. ഞാൻ വലിയ ഗ്രീക്കൊന്നും പഠിച്ചയാളല്ല, വലുതല്ല, ഒട്ടും പഠിച്ചിട്ടില്ല. എന്നാൽ ഗ്രീക്ക് പഠിച്ചിട്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പുരുഷാരം നിന്നെ തിക്കി തിരക്കുന്നു. അവിടെ തിക്കി തിരക്കുക. ഇവിടെ എന്താ പറയുന്നത്? ഞങ്ങളെ നിർബന്ധിക്കുന്നു. അപ്പോൾ കേട്ടിരിക്കുന്നത് നിർബന്ധിക്കുന്നു എന്നതിനും തിക്കിത്തിരക്കുന്നു എന്നതിനും മൂലഭാഷയിൽ ഒരു പദം എടുക്കാമെന്ന്. ആ പദത്തിന് ഇത് രണ്ടും ആശയമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അറിഞ്ഞുകൂടാ, ഇത് വിവരമുള്ളവർ പറഞ്ഞതാ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? പറ. റൈറ്റ് 100%. അതെന്നെ എന്ത് ചെയ്യുന്നു? തിക്കിത്തിരക്കുന്നു. ഈ തിക്കിത്തിരക്ക് സുഖമുള്ള കാര്യമാണോ? ആണോ? അല്ല. അതിന് ബസ്സിൽ കയറിയാൽ മതി, തിരക്കുള്ള ബസ്സിൽ കയറിയാൽ മതി. ഇരിക്കാനും സ്ഥലമില്ല, നിൽക്കാനും ഒരു കാലം. ഞാൻ ഇവിടുന്ന് പണ്ട് കിഴക്കക്കോട്ട കൺവെൻഷനും കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പോയ അനുഭവമുള്ള മനുഷ്യനായതുകൊണ്ട് എനിക്ക് പറയാനും കഴിയും. ഇങ്ങനെ ആ വടിയെ പിടിച്ച് നിൽക്കും. ഒരു കാലായിരിക്കും ചിലപ്പം നിലത്ത് കുത്തിയിരിക്കുന്ന, മറ്റേത് കുത്താൻ സ്ഥലമില്ല. അപ്പോഴത്തെ മനസ്സിലെ ചിന്ത എന്നാണെന്നറിയാമോ? എങ്ങനെയെങ്കിലും ഒന്നിറങ്ങി, ഒന്നിറങ്ങിപ്പോയിരുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരു വിശ്വാസിയെ തിക്കിത്തിരക്കുന്നെങ്കിൽ ഇറങ്ങി പോകുന്നത് വരെ ഒരു സ്വസ്ഥതയും. എന്തിറങ്ങിപ്പോണം? സുവിശേഷം ഇറങ്ങിപ്പോണം. അങ്ങനെയൊക്കെയാണ് ഇത് കൊണ്ടുവരുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം എനിക്ക് തിക്കിത്തിരക്ക് അനുഭവിക്കുമ്പോൾ എനിക്ക് സ്വസ്ഥതയില്ല. ആ സ്വസ്ഥതയില്ലാത്ത ഞാൻ സ്വസ്ഥതയുണ്ടാകണമെങ്കിൽ എന്നിൽ നിന്ന് ഇറങ്ങിപ്പോണം. ബാധയല്ല, പിന്നെ സുവിശേഷം ഇറങ്ങിപ്പോകണം. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് സുവിശേഷം അറിയിക്കണമെന്ന് ചോദിച്ചാൽ, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിർബന്ധം നിമിത്തം. ചരിത്രത്തിൽ ഫ്രാൻസിനെ കുറിച്ചൊരു സംഭവമുണ്ട്. ഞാൻ വായിച്ചിരിക്കുന്നതാ.
ഫ്രാൻസ് യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും അവർക്ക് നേരിട്ടു, എല്ലാ രാജ്യങ്ങൾക്കും നേരിട്ടു. അപ്പോൾ അന്ന് നെപ്പോളിയനാണ് ഫ്രാൻസിനെ ഭരിക്കുന്നത്. നെപ്പോളിയൻ ഈ മുറിവേറ്റും കഷ്ടപ്പെട്ടും ഒക്കെ കിടക്കുന്ന പടയാളികളെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നു, ആശുപത്രിയിൽ, പഴയൊരു സംഭവ കഥയാണ്, ആശുപത്രിയിലേക്ക് ചെന്നു. അപ്പോൾ അദ്ദേഹം ചെന്ന് മുറിവേറ്റ് കിടക്കുന്ന പട്ടാളക്കാരെയൊക്കെ കണ്ട് അവരെയൊക്കെ ഒന്ന് ധൈര്യപ്പെടുത്തി. ഇയാൾ ചെന്നത് തന്നെ അവർക്കൊരു ധൈര്യമായി, ഇല്ലേ? ഇപ്പോൾ സുഖമില്ലാതൊക്കെ കിടക്കുമ്പോൾ മൂപ്പന്മാർ വരുന്നത് തന്നെ ചെല്ലുന്നില്ല, അത് വേറെ കാര്യമാണ്. മൂപ്പന്മാർ ചെല്ലുന്നത് തന്നെ ഒരു ആശ്വാസമാണ് എന്ന് പറഞ്ഞതുപോലെ ഈ വലിയ മനുഷ്യൻ, ഈ ഫ്രാൻസിൻ്റെ ഭരണാധികാരി ഈ മുറിവേറ്റ് കിടക്കുന്ന പട്ടാളക്കാരുടെ അടുക്കൽ ചെന്ന് 2 വാക്ക് വെച്ച് പറഞ്ഞ് സ്വാന്തനപ്പെടുത്തി പോയപ്പോൾ അടുത്ത മുറിയിൽ ഒരു ഞരക്കം. അദ്ദേഹം അന്വേഷിച്ചു, അതെന്താ? അത് ഒരു പട്ടാളക്കാരൻ്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട വന്നു, അതെടുക്കുകയാണെന്ന് പറഞ്ഞു. അത് പച്ചയായിട്ടാണ് എടുക്കുന്നത്. അന്ന് അങ്ങനെ പറ്റൂ. ഇന്നത്തെ ആധുനിക കണ്ടുപിടുത്തങ്ങളൊന്നും അന്ന് നടന്നിട്ടില്ല. പച്ചയായിട്ടെടുക്കുക. 2 കൈകളിലും ബലമായിട്ട് പിടിച്ചിട്ടുണ്ട്, 2 പേരപ്പുറയും ഇപ്പുറയും 2 കാലുകളിലും പിടിച്ചിട്ടുണ്ട്. ഡോക്ടർ ഒരു കത്തി ഉപയോഗിച്ച് ഈ വെടിയുണ്ട ഇങ്ങനെ ചൂഴ്ന്നെടുക്കുക. അപ്പോൾ ഈ നെപ്പോളിയൻ അടുത്ത് ചെന്നിട്ട് അല്പസമയം നിന്നിട്ട് ചോദിച്ചു, നിനക്ക് വേദന എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവനുടൻ കൊടുത്ത മറുപടി, സർ, എനിക്ക് വേദനയുണ്ട്, എന്നാൽ എനിക്ക് പ്രയാസമില്ലെന്ന് പറഞ്ഞു. ആ വാക്ക് ശ്രദ്ധിക്കണം. എനിക്ക് വേദനയുണ്ട്, എനിക്ക് പ്രയാസമില്ല. നെപ്പോളിയൻ ചോദിച്ച അതെന്താ? അവൻ പറഞ്ഞ മറുപടി, സർ, ഇത്രയും ഇഞ്ച് താഴ്ന്ന വെടിയുണ്ട എടുക്കാൻ ഈ കത്തി താഴ്ത്തുമ്പോൾ അല്പം കൂടെ കത്തി താഴ്ത്തിക്കൊണ്ടു പോയാൽ അവിടെ വെടിയുണ്ടയല്ല കാണുന്നത്, ഫ്രാൻസും നെപ്പോളിയനുമാണെന്ന് പറഞ്ഞു. ഫ്രാൻസും നെപ്പോളിയനെ കാണാം അല്പം കൂടെ താഴ്ത്തിക്കൊണ്ടു പോയാൽ. എന്താണ് അതിൻ്റെ അർത്ഥം? ഇയാളുടെ, ഈ പടയാളിയുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്നത് മുഴുവൻ എന്താണ്? ഫ്രാൻസും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ എന്താ കിടക്കുന്നത്? ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഈ യേശുവിനെ ആരാധിക്കുന്ന സമയത്ത്, കർത്താവിനെ ആരാധിക്കുന്ന സമയത്ത് നമ്മൾ അനേകർ നിർവികാരികളായിട്ടല്ലേ ആരാധിക്കുന്നത്, അല്ലേ? സത്യമാണ്. ആരാധനാ സമയം അത്യന്തം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം തൂങ്ങി, അവിടെയും നോക്കി ഇവിടെയും നോക്കി, ഫാനിൻ്റെ ലീഫ് നോക്കി, എ സിയുടെ ആ വിൻഡോ നോക്കി, അടുത്തിരിക്കുന്നവൻ്റെ സാരി നോക്കി, ഷർട്ട് നോക്കി, അവൻ്റെ മീശ നോക്കി, അവൻ്റെ മുടി നോക്കി. സത്യമല്ലേ ഞാനീ പറയുന്നത്? യേശുവിനോടുള്ള ബന്ധത്തിൽ നമ്മളെ ഭരിക്കുന്ന വികാരം എന്താ? വികാരം. യേശുവിനെ ഓർക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കണ്ണു നിറയുന്നുണ്ടോ? പുകഴ്ച പറയുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒരിക്കൽ എൻ്റെ ഭാര്യയുടെ സാക്ഷ്യം ഞാൻ അറിയാതെ കേട്ടു. ഹൈറേഞ്ചിൽ താമസിക്കുമ്പോൾ 2-3 സഹോദരന്മാർ അവിടെ വന്നു. ഞങ്ങൾ ഈ ആത്മീയ കാര്യങ്ങളും യേശുവിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ എൻ്റെ ഭാര്യ അവർക്ക് ഓരോ കപ്പ് കാപ്പിയുമായിട്ട് വന്നപ്പോൾ ഞങ്ങളിത് സംസാരിക്കുക. അവൾ ഈ സഹോദരന്മാരോട് പറഞ്ഞ സെൻറ്റൻസ് ഇങ്ങനെയാണ്, ഇന്നെന്നവണ്ണം ഞാൻ ഓർക്കുന്നു. ഇദ്ദേഹത്തെ, അങ്ങനെ പറഞ്ഞ്, ഇദ്ദേഹത്തെ ബഹുമാനം കൊണ്ടാണ്, ഇദ്ദേഹത്തെ കർത്താവെന്ന് പേപ്പറിലൊന്ന് എഴുതി കാണിച്ചാൽ മതി, ഇദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുമെന്ന് പറഞ്ഞു. കറക്റ്റാണ്.
ആഹാരമില്ലാതെ വരുമ്പോഴൊന്നും എനിക്ക് കണ്ണ് നിറഞ്ഞിട്ടില്ല. എൻ്റെ കുഞ്ഞു മരിച്ചപ്പോഴും നിങ്ങൾ പലരും കണ്ടിട്ടില്ലേ? എത്ര വേദനയുണ്ട്, എത്ര പ്രാഗൽഭ്യത്തോടുകൂടി അവിടെ സംസാരിച്ചത്. എന്നാൽ എനിക്കെൻ്റെ യേശുവിനെക്കുറിച്ച് പറയുമ്പോഴും യേശുവിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴും എൻ്റെ കണ്ണ് ഒഴുകണം. കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് സ്തോത്രം, എനിക്ക് വേണ്ടി ജീവനെ തന്ന ദൈവപുത്രനും അവൻ്റെ രാജ്യവുമായിരിക്കണം. വിശ്വാസി, അതിൽ കുറച്ചൊരു സ്റ്റാൻഡേർഡ് നിനക്കില്ല. നിനക്കെന്ത് വേദപരിചയമുണ്ടെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്താണ്? യേശുവും അവിടുത്തെ രാജ്യം. സ്തോത്രം, അതാണ് വിഷയം. മനസ്സിലായില്ലേ? മൂന്നാമത്, വെളിയിൽ നിന്നുള്ള യാചന. രണ്ട് കാര്യം ഓർത്തു. ഇനി നമ്മുടെ മുമ്പിൽ 6 മിനിറ്റ് ഉണ്ട്. രണ്ട് കാര്യം ഓർത്തു. എന്തൊക്കെയാ? ഇവിടെ ശ്രദ്ധിച്ചേ. ഇതിങ്ങനെ ഈ വീഡിയോ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കും. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് നമ്മുടെ ഉള്ളു മുഴുവൻ യേശു നിറയട്ടെ. മൂന്നാമത്, എന്തുകൊണ്ട് നാം സുവിശേഷം അറിയിക്കണം? വെളിയിൽ നിന്നുള്ള യാചന. വെളിയിൽ നിന്ന് യാചിക്കുക. എന്താ യാചിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികൾ 16:9. ഒരു മക്കെദോന്യക്കാരനായ മനുഷ്യൻ രാത്രിയിൽ ദർശനത്തിൽ പൗലോസിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുക, എന്താ? കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാൻ മതി. അതാ, കടന്നു വന്ന് ഞങ്ങളെ. ആ പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്ന കാര്യം എന്നാ? പറ. അവിടുത്തെ രാജാക്കന്മാരുടെ അടുക്കലൊന്നും ചെന്നില്ല. കടന്നു വന്ന് ഞങ്ങളെ പറഞ്ഞോ? ഇല്ല. കാരണം മക്കെദോന്യക്കാരെ, മാസിഡോണിയക്കാരെ സഹായിക്കാനുള്ള വക ആരുടെ കയ്യിലേ ഉള്ളൂ? പൗലോസിൻ്റെ കയ്യിലേ ഉള്ളൂ. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, എന്തുകൊണ്ട് സുവിശേഷം അറിയിക്കണം? വെളിയിൽ നിന്നുള്ള യാചനയുണ്ട്. കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാം. ആ സഹായിക്കാനുള്ളത് നമ്മളെയാ ഏൽപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോഴെല്ലാവരും ജാഥ നടത്തുക. ജാഥ എന്നാണോ അതിന് പറയുന്നത് എനിക്കറിയാൻ വയ്യ. 24 നടത്തുന്നു. 24 നടത്തുന്നത് കേട്ടപ്പോൾ റിപ്പോർട്ടർ നടത്തി. എന്തോ പരിപാടി? എന്തിനാ അവരിങ്ങനെ നടത്തുന്നത്? ഇന്ന് വായിക്കുകയില്ലേ? എന്നാ നടക്കുന്നത്? ലഹരി വിരുദ്ധ സമരം. ലഹരി വിരുദ്ധം. ഇതെല്ലാം കാശുണ്ടാക്കാനുള്ള മാർഗം. വ്യൂവേഴ്സ് കൂടുമല്ലോ, റേറ്റ് കൂടുമല്ലോ. പക്ഷേ സഹോദരന്മാരെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. അവർ ആ പണി ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ഇത് വേറെ ബിസിനസ്സിലേക്ക് ചെയ്യുക. എന്നാൽ അവരെ സഹായിക്കാനുള്ള വകുപ്പ് ആരുടെയിലാണ് ഉള്ളത്? മുഖം വന്നോളും, കുഴപ്പമില്ല. ഇവിടെ ശ്രദ്ധിക്കുക. ഇതെല്ലാം ഞാൻ ശ്രദ്ധിക്കുക. കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇവിടെ ഇരിക്കണം. എല്ലാവരുടെയും തല അതിനകത്ത് വരും. വേണേ ഒന്ന് ചെയ്യി വെച്ചു. മനസ്സിലായി? വകുപ്പ് നമ്മളെയാ തന്നിരിക്കുന്നത്. 2ാം ക്ലാസ് പഠിക്കുന്നവൻ്റെ കയ്യിലും എന്തുണ്ട്? ലഹരിയുണ്ട്. ആ ലഹരി വിൽപ്പനയ്ക്ക് അവനെ ഏൽപ്പിച്ചിരിക്കുക. എത്ര കുടുംബങ്ങളാണ് സമാധാനമില്ലാതെ ജീവിക്കുന്നത്? എന്തിനാ പറയുന്നത്? വിശ്വാസികളുടെ കുടുംബത്തിൽ പോലും ചിലയിടങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടെന്നാണ് ക്ലോവയുടെ ആളുകളാണ് ഞാൻ കേൾക്കുന്നത്. തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്നു. പറ. ആത്മഹത്യകൾ ദിവസം തോറും പെരുകുകയല്ലേ ചെയ്യുന്നത്? ഇല്ലേ? ഇത് ഉണ്ടാക്കി പറയല്ല, ഉള്ളിൽ നിന്നായി പറയുന്നത്. ആത്മഹത്യ ദിവസം തോറും പെരുകുകയല്ലേ ചെയ്യുന്നത്? അല്ലേ?
ഇവിടെ സഹായിക്കാൻ സഭയല്ലാതെ പിന്നെ ഏതാ ഉള്ളത്? അല്ലേ? സഭ ലോകത്തിൻ്റെ വെളിച്ചം. ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചവുമാണ് ദൈവസഭകൾ, പ്രാദേശിക സഭകൾ. അതിലവർ പരാജയപ്പെട്ടു പോയാൽ എങ്ങനെ ജനത്തെ സഹായിക്കും? പറ നിങ്ങൾ. നമ്മൾ നല്ല മീനൊക്കെ വാങ്ങിക്കും, അല്ല ഒന്നാം തരം മീൻ ഒരു ദിവസം പോയി വാങ്ങും. ആ പാടെ വീട്ടിൽ 2-3 പേരെ കാണുകയുള്ളൂ. 30 പേർക്ക് കഴിക്കാവുന്ന സാധനമാണ് വാങ്ങിക്കുന്നത്. അത് അറുത്ത് മുറിച്ച് മോർച്ചറി അല്ലല്ലോ, ഫ്രീസറിൽ കൊണ്ട് വയ്ക്കും. സമയത്ത് അറുത്ത് മുറിച്ച് അത് ഭക്ഷിക്കും. ഏമ്പക്കവും വിടും. വൈകിട്ട് ഒരു പാട്ടും പാടും. എന്താ പാടുന്നത്? സ്നേഹക്കൊടി എനിക്ക് മീതെ വിരിച്ചു പ്രിയൻ, ഞാനും സുഖേന വാഴ. സുഖം. നീ സുഖമായി വാണു? ദാ ഉത്തരം പറയേണ്ട ഒരുത്തൻ വരുന്നുണ്ട്. അവൻ അടുക്ക വാതുക്കലായിരിക്കുക. വിശ്വാസിയെ, നീ ഭയപ്പെടണം. തീറ്റയും കുടിയുമായി ജീവിക്കേണ്ടവരല്ല നമ്മൾ. ജഡസുഖം അന്വേഷിച്ച് പോകേണ്ടവരല്ല നമ്മൾ. യാചിക്കുന്നു കുറേ എണ്ണം, ആത്മഹത്യ ചെയ്യുന്നു കുറേ എണ്ണം, സമാധാനമില്ലാതെ നെട്ടോട്ടം നടക്കുന്നു കുറേ എണ്ണം. നമ്മുടെ മതിലിൻ്റെ അപ്പുറേ നടക്കുന്നു. മതിലിൻ്റെ അപ്പുറേ ഭാരമുണ്ടോ നമുക്ക്? അയൽവാസിയോട് എന്നും വഴക്കാം. പിന്നെ എങ്ങനെയാണ് അവർ? അങ്ങനെയുള്ളവർ ഇവിടെ ഇരിപ്പുണ്ടോ? എന്നും അയൽവാസികളോട് വഴക്കുണ്ടാക്കും. എന്നിട്ട് രാത്രി ഇരുന്നോട് പാടും, എന്നെ എതിർക്കുന്ന ശത്രുക്കളല്ല ഛിന്ന ഭിന്നമായി പോകും. എൻ്റെ നാണമുണ്ടോ? വിശ്വാസി, നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം മനസ്സിലാക്കണം. ഇനിയും ചാണ്ടപ്പിള്ള പ്രസംഗിക്കാൻ വരുമെന്നൊന്നും എനിക്ക് ഗ്യാരണ്ടി ഇല്ല. ഒന്നാമത് ഹാർട്ടിൻ്റെ പ്രശ്നം. 5 എണ്ണമാണ് രാവിലെ കഴിച്ചത്. ഡോക്ടറുടെ വീട്ടിൽ വെച്ച് ഞാൻ 5 എണ്ണം കഴിച്ചു. 5 മരുന്ന്, വേറൊന്നുമല്ല. ഇനി 3 എണ്ണം കിടക്കുന്നു വീട്ടിൽ ചെന്ന് വൈകിട്ട് കഴിക്കാൻ. 8 എണ്ണമാ ഒരു ദിവസം. അതിൽ കൂടുതൽ എന്നേക്കാൾ റിക്കാർഡ് പേരിച്ചവരിവിടെ കാണും. എപ്പോഴാ തട്ടിപ്പോകുന്നെന്നറിഞ്ഞുകൂടാ മക്കളെ, നമ്മൾ ഓരോ ദിവസവും ഓരോ സമയത്തും ജീവിക്കുമ്പോൾ ഇതിൻ്റെ ഒടുവിലത്തെ ശ്വാസമാണ് എന്നുള്ള ബോധ്യത്തിൽ വേണം ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ ഈ കേൾവി നമുക്ക് വരും, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലെ ഇച്ചിരിയോടെ പോട്ടെ, ഏതായാലും വിശക്കുകയല്ല. ഇത് മിക്കവാറും വിശപ്പ് കെട്ടുപോയി. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ ഒരുത്തൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. അല്ലേ? ഒരുത്തൻ ആത്മഹത്യ ചെയ്യാൻ പോവാ. ആരാ? കാരാഗ്രഹപ്രമാണി. വാളം നെഞ്ചത്തോട്ട് ഇറക്കാൻ പോവുക. ഏതാണ്ട് അടുത്ത് വരുന്നു. പൗലോസ് വിളിച്ചു പറഞ്ഞു, അരുത്, നിനക്കൊരു ദോഷവും വരുത്തരുത്. അടുത്ത വാക്കെന്താ? എന്നെ ഇത് ചേർത്ത് വായിച്ച് എന്തൊരു മനോഹരമായ വചനമാണെന്നറിയാമോ? ഞങ്ങളെല്ലാം ഇവിടെ എന്ന് പറഞ്ഞ അർത്ഥം എന്നാ പറ? നിനക്കൊരു ദോഷവും വരുത്തരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥമല്ല സഹോദര. അല്ല, ഞങ്ങളെല്ലാവരും ഇവിടെയുള്ളത് കൊണ്ട് നിനക്ക് ദോഷം വരാൻ പാടില്ല. തൃശ്ശൂരിലെ ദൈവമക്കളെ, കിഴക്കക്കോട്ട ദൈവമക്കളെ, നെല്ലിക്കുന്നത്തെ ദൈവമക്കളെ, ചെറുക്കക്കോട് ദൈവമക്കളെ, ചേലക്കോട്ടുകര ദൈവമക്കളെ, എവിടുന്നെല്ലാം വന്നിട്ടുണ്ടോ, നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തുള്ളത് കൊണ്ട് അടുത്തുള്ളവർക്കൊരു ദോഷവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അടുത്തുള്ളവർ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. നമ്മുടെ അടുത്തുള്ളവർ സമാധാനമില്ലാത്തവരായി ഓടാൻ പാടില്ല. നമ്മൾ അടുത്തുള്ളത് കൊണ്ട് അവർക്കൊരു ദോഷവും വരരുത്. ഒടുവിൽ എന്താ വായിക്കണം? അവൻ വെളിച്ചം ചോദിച്ചുകൊണ്ട് അവരുടെ അടുക്കൽ. അപ്പോൾ വെളിച്ചം ആരുടെ കയ്യില?
പൗലോസിൻ്റെ കയ്യിലാണ്. അങ്ങനെ വായിക്കുന്നത്. വെളിച്ചം ചോദിച്ചുകൊണ്ട് ചെന്നു. അപ്പോൾ സുവിശേഷത്തിൻ്റെ വെളിച്ചം ദൈവം നമ്മുടെ കയ്യിലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നിശ്ചയമായും സുവിശേഷം അറിയിക്കണം. വെളിയിൽ നിന്നുള്ള യാചന. നാലാമത്, കീഴിൽ നിന്നുള്ള നിലവിളി കൊണ്ട് സുവിശേഷം അറിയിക്കണം. കീഴിൽ നിന്നുള്ള നിലവിളിയാൽ സുവിശേഷം പറയണം. എന്താ? ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം. ഒരാൾ കീഴിൽ നിന്ന് നിലവിളിക്കുക. ഒരാൾ യാതനാ സ്ഥലത്ത് നിന്ന് നിലവിളിക്കുക. അബ്രഹാമിനോട് നിലവിളിക്കുക. എന്നാൽ നിലവിളിക്കുന്നത്, അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണം, ലാസറിനെ അയക്കണം, വിരല് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തൊടണം, എന്നെ തണുപ്പിക്കണം. അടുത്തത് പറയുന്നു, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് എൻ്റെ വാത്സല്യ സഹോദരങ്ങളുടെ ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത ലക്ഷോപലക്ഷങ്ങൾ യാതനാ സ്ഥലത്തേക്ക് പൊക്കോണ്ടിരിക്കുന്നു. നമുക്കിതേതുമില്ലയോ? നമുക്കിതേതുമില്ലയോ? നമ്മൾ ഫിലിപ്പർ 3:20 വായിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഫിലിപ്പർ 3:20 എന്താ വായിക്കുന്നത്? ഏതാണ്ട് വായിക്കുന്നുണ്ട്. നമ്മുടെ പൗരത്വമോ, അതും വായിച്ചുകൊണ്ടിരിക്കുക. നമ്മളതാ വായിക്കുന്നത്. ഇവിടെ ഒന്നും അല്ല. നമ്മളെവിടെ? സ്വർഗത്തിൽ. ഞാൻ പുസ്തകം മടക്കാൻ പോവാ. അവനോട് വരട്ടെന്നേ. അവനോട് വരുന്നതിന് നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അവനോട് പൗരത്വം കിട്ടട്ടെന്നേ. കിട്ടട്ടെ. അവൻ നിലവിളിക്കുക. കേൾക്കാറുണ്ടോ? കേൾക്കാൻ. അതിനേക്കാൾ വേറെ കേട്ടുകൊണ്ടിരിക്കുന്നിടത്താ ഇനി അവൻ്റെ നിലവിളി. പണ്ട് ഒരുത്തൻ പറഞ്ഞു, ഇവിടെ ഇഷ്ടം പോലെ പ്രശ്നമുണ്ട്, പുറത്തുനിന്ന് ഇപ്പം ഞാൻ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു. വീട്ടിൽ പോകുന്ന പാർട്ടികളില്ലേ, വീട്ടിൽ നിന്ന് വീട്ടിലെ അംഗങ്ങളെ യാതനാ സ്ഥലത്ത് കിടന്ന് നിലവിളിക്കുകയല്ലേ ഇല്ലേ? പലരില്ലേ? വല്ലതും ഉണ്ടോ? വേദനയുണ്ടോ? ഞാനൊരു കാര്യം പറയാം. അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ ഓരോന്ന് പറയുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു. 19-ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആഗ്രഹം മുഴുവനും എൻ്റെ അപ്പനും അമ്മയും എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന്. അല്ലാതെ ഞാൻ രക്ഷിക്കപ്പെട്ടോടം തന്നെ അങ്ങ് കാശ്മീരിലേക്ക് സുവിശേഷം അറിയിക്കാൻ പോയില്ല. ആദ്യം വീടിനകത്ത് നഷ്ടപ്പെട്ട കുറേ ദ്രഹ്മകളുണ്ട്. ഇതിനെക്കുറിച്ച് ആർക്കും ചിന്തയില്ല കേട്ടോ. അവർക്ക് നാട് മുഴുവൻ ഭയങ്കര ഭാരമാണ്. വീട്ടിൽ ഗുണമില്ലാത്ത അപ്പനും അമ്മയും ഉണ്ട്. അവർ രക്ഷിക്കപ്പെടണമെന്നുമില്ല, ഒന്നുമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. കാര്യമല്ലേ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വീടിനകത്ത് ദൂരെ പോകുന്നതിന് മുമ്പ് വീടിനകത്ത് നഷ്ടപ്പെട്ട ദ്രഹ്മകളുണ്ട്. ഞാൻ ഉപദേശിമാരെല്ലാം പറഞ്ഞയക്കും. ഞാൻ പറയുമ്പോൾ ഇവർ ഗവനിക്കുകയില്ല. പയ്യനല്ലേ. ഞാൻ ഉപദേശിമാരെല്ലാം, എനിക്ക് ഭയങ്കര ഭാരം. അയ്യോ, ഞാൻ സ്വർഗത്തിൽ പോകുക, എൻ്റെ തന്തയും തള്ളയും സഹോദരങ്ങളും ഇല്ലെങ്കിൽ പിന്നെ എന്നാ സ്വർഗവാത്? എനിക്കെങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റും? ഒടുവിൽ പലരും കടന്നു വന്ന് സുവിശേഷം പറഞ്ഞ് എൻ്റെ അപ്പനൊരു ചെറിയ മദ്യപാനിയൊക്കെ ആയിരുന്നു. ഞാൻ പറയട്ടെ, എൻ്റെ അപ്പൻ ആദ്യം രക്ഷിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ടു, സഹോദരങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഒറ്റ അടിക്ക് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും ഇപ്പോൾ പെട്ടകത്തിനകത്ത് ഉണ്ട്. അത് ചിലരങ്ങ് സ്വർഗത്തിൽ പോയി, ചിലർ ഭൂമിയിൽ ജീവിക്കുന്നു. ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് വീട്ടിലുള്ളവരെ കുറിച്ചെങ്കിലും ഒരു ഭാരമുണ്ടാകാം. വീട്ടിലുള്ളവരെ കുറിച്ച് കീഴിൽ നിന്ന് നിലവിളിയാ. ഒരാളെ ഞാൻ പറയട്ടെ, പുസ്തകം മടക്കി. തീഗോളങ്ങളാണ് ഈ മറിയുന്നത്. നമ്മുടെ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഈ പറയുന്നത് പിടി കിട്ടുന്നുണ്ടോ? നമ്മൾ കയറുന്ന ബസ്സിൽ നിറയെ തീഗോളങ്ങളാ. കണ്ടിട്ടുണ്ടോ? ട്രെയിനിൽ തീഗോളങ്ങളാ. ഓഫീസിൽ ചെന്നാൽ അവിടെ തീഗോളങ്ങളാ. ആശുപത്രിയിൽ ചെന്നാൽ അവിടെ കാണുന്നത് മുഴുവൻ തീഗോളങ്ങളാ. നമ്മുടെ അയൽവാസികളിൽ പലരും തീഗോളങ്ങളാ. അത് മനസ്സിലാക്കിയിട്ടെങ്കിലും സുവിശേഷം പറയണം. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജെയിംസ് ആംസ്ട്രോങ് എന്ന് പറയുന്ന ഒരു സുവിശേഷകനുണ്ടായിരുന്നു. നീൽ ആംസ്ട്രോങ് അല്ല, ജെയിംസ് ആംസ്ട്രോങ് സുവിശേഷകൻ.
അദ്ദേഹത്തോട് ഒരിക്കൽ യുക്തിവാദിയായ ഒരു മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ ആത്മാവിനെ കുറിച്ചൊക്കെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, മനുഷ്യൻ ആത്മാവുണ്ടെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? ചോദിച്ചതാ. ഇതൊക്കെ ചുമ്മാ കെട്ടുകഥയല്ല, ഇതൊക്കെ വായിച്ച് കിട്ടുന്നതാ. നിങ്ങൾ ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ജെയിംസ് പറഞ്ഞില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആത്മാവിനെ തൊട്ടിട്ടുണ്ടോ? ജെയിംസ് പറഞ്ഞില്ല, ഞാൻ തൊട്ടിട്ടില്ല. വീണ്ടും യുക്തിവാദി ചോദിച്ചു, നിങ്ങൾ ആത്മാവിനെ മണത്തിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് മണത്തിട്ടുണ്ടോ? അപ്പോഴും ജെയിംസ് പറഞ്ഞില്ല, ഞാൻ മണത്തിട്ടില്ല. അപ്പോൾ യുക്തിവാദി കളിയാക്കിക്കൊണ്ട് അയാളോട് പറഞ്ഞു, ആഹാ, നിങ്ങൾ ആത്മാവിനെ തൊട്ടിട്ടുമില്ല, മണത്തിട്ടുമില്ല, കണ്ടിട്ടുമില്ല, പിന്നെ ആത്മാവുണ്ടെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? ജെയിംസ് കൊടുത്ത മറുപടി എന്നാന്നറിയാമോ? സുഹൃത്തെ, ഞാൻ ആത്മാവിനെ തൊട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ഞാൻ മണത്തിട്ടില്ല. പക്ഷേ ദിവസം തോറും നരകത്തിലേക്ക് പോകുന്ന ആത്മാക്കളുടെ നിലവിളി എൻ്റെ കാതുകളിൽ ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തിനി അധികം പറയുന്നു? അത് കേൾക്കട്ടെ നമ്മുടെ കാതുകളിൽ, അത് കേൾക്കട്ടെ. നരകത്തിലേക്ക് പോകുന്ന ഈ ആത്മാക്കളുടെ നിലവിളി നമ്മുടെ കാതുകളിൽ കേൾക്കട്ടെ. അങ്ങനെ കേൾക്കുന്നെങ്കിൽ സുവിശേഷം പറയാതിരിക്കാൻ പറ്റില്ല. ഇരുപത്തഞ്ചായി, 10 കൂടുതലെടുത്തു. ചിലർ പറയുന്ന പോലെ എന്നാൽ പിന്നെ അങ്ങ് റൗണ്ട് ഒപ്പിക്കാം. ഏറ്റവും ഒടുവിലായി കേട്ടോ, ഏറ്റവും ഒടുവിലായി. എത്രാമത്തെയാ? 5-ാമത്തെ. രക്ഷയ്ക്ക് ഏകം നാമമേ ഉള്ളൂ, വേറെ ഇല്ല. പല മാർഗങ്ങളുണ്ടായിരുന്നെങ്കിൽ അതുവഴിയൊക്കെ അവരങ്ങ് ഇപ്പം ചിലരെക്കുറിച്ച് എടാ ആ ചെറുക്കനെ കൂടെ ഒന്ന് രക്ഷപ്പെടുത്തടാന്ന് പറയും. അത് ഞാനില്ല, അവന് വേറെ മാർഗത്തിൽ കൂടെ ഒക്കെ. പക്ഷെ ഇതിനതില്ല, ഇതിനൊറ്റ മാർഗമേ ഉള്ളൂ. അതാണ് അപ്പോസ്തല പ്രവൃത്തി 4:12 പറയും. നമുക്കൊന്നിച്ചൊന്ന് പറയാം, മറ്റൊരുത്തനിലും ഒറ്റ നാമം. ഈ നാമം നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ഈ നാമം നമുക്ക് തന്നെന്ന് ഇവിടെ കിട്ടിയോ? നാമം നമുക്ക് തന്നെങ്കിൽ ഈ നാമം നമ്മൾ ആർക്കൂടെ കൊടുക്കണം? മറ്റുള്ളവർക്കൂടെ കൊടുക്കണം. സ്വാർത്ഥത പാടില്ല. ഒരു ഉദാഹരണം, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം. പത്രോസ് യോഹന്നാനും പ്രാർത്ഥിക്കാൻ പോവുക. അപ്പോൾ ദാ അവിടെ ഒരുത്തൻ ഇരിക്കുന്നു. ആരാ? ഒരു മുടന്തനായ മനുഷ്യൻ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഇരിക്കുക. നല്ല ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇവരെ ഇങ്ങനെ നോക്കുക, അല്ലേ? ഇവരിങ്ങനെ ഉറ്റു നോക്കുക, വല്ലതും കിട്ടുമെന്ന് കരുതി ഇങ്ങനെ നോക്കുക. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങളെ നോക്ക്. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി ഇങ്ങനെ നോക്കി. അപ്പോൾ അവനോട് പറയുക, വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്ക്. വിശന്ന് കിടക്കുന്നവനെ വിളിച്ച് എഴുന്നേക്ക്. എന്നാ? അത്താഴമില്ല, കിടന്നു. ഇവൻ വല്ലതും കിട്ടുമെന്ന് കരുതി ഞങ്ങളെ നോക്കെന്ന് പറഞ്ഞു. വല്ലതും കിട്ടുമെന്ന് കരുതി ഇങ്ങനെ നോക്കി. അപ്പോൾ പറയാം, വെള്ളിയും പൊന്നും ഞങ്ങൾക്ക്. അത്രയും കൊണ്ട് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ പത്രോസ് വല്ലതും കേട്ടേനെ അവൻ്റെ വായിന്ന്. പക്ഷേ അടുത്തത് പറയണം, വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. സ്തോത്രം. ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. അതേതാ? യേശുവുണ്ട്. എന്നിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ്. യേശുവിനെ അവന് കൊടുത്തെന്ന് മനസ്സിലായില്ലേ? യേശുവിനെ അവന് കൊടുത്തു. ഇവൻ്റെ കയ്യിലുള്ള യേശു അവനും കൂടി ഇരിക്കട്ടെ കൊടുത്തു. ഫലമെന്തുണ്ടായി? നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവൻ എങ്ങോട്ട് കയറി? നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒന്ന് പത്രോസിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന. രണ്ടുപേരും കണ്ണ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു കാണും. കൊടുക്കുന്നേ, പിടിച്ചു വയ്ക്കാതെ കൊടുക്ക.
സന്തോഷിക്കാൻ ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് കൊടുക്കുക, അവരുടെ സന്തോഷം നമുക്കൊന്ന് കാണാം. പൗലോസ് തെസ്സലോനിക്കരോട് ചോദിച്ചു, ആരാകുന്നു ഞങ്ങളുടെ സന്തോഷവും പ്രശംസയും? നിങ്ങളല്ലയോ? ഹല്ലേലൂയ. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു, ദൂതന്മാർ സന്തോഷിക്കുന്നു, മനുഷ്യരായ നമ്മളും. ഇല്ലേ? വാക്കിവിടെ അവസാനിപ്പിക്കാം. ഒരു മിനിറ്റ് കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക്, പിന്നെ പ്രസ്താവന പറഞ്ഞു. ഇന്നു പാരിൽ കണ്ണുനീരിൽ നിൻ വചനം വിതയ്ക്കും ഞാനിന്നു പാരിൽ കണ്ണുനീരിൽ നിൻ വചനം വിതയ്ക്കും ഞാൻ അന്നു നേരിൽ നിന്നരികിൽ വന്നു കാരീരുകൾ അന്നു നേരിൽ വന്നു കാരീരുകളും ഞാൻ അൻപോ നിറഞ്ഞ പൊന്നേശുവേ നിൻ പാദസേവയൻ എൻ്റെ വാത്സല്യ സഹോദരീ സഹോദരന്മാരും യുവതി യുവാക്കളുമായുള്ളവരെ, സഭയും സുവിശേഷ വേലയും എന്ന വിഷയത്തെ സംബന്ധിച്ച് ദൈവാത്മാവിന് കേൾപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ കേൾപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഉത്തരവാദിത്വത്തിൻ്റെ മുൻപിൽ നമ്മൾ എവിടെ നിൽക്കുന്നുവെന്ന് ഓരോരുത്തരും താങ്കളെ പരിശോധിക്കണം. നാളിതുവരെ ഒരു മനുഷ്യനോട് പോലും സുവിശേഷം പറയാത്തവർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ, ആണാകട്ടെ പെണ്ണാകട്ടെ. ഓസ്വാൾഡ് ജെ സ്മിത്ത് എന്ന് പറയുന്ന ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരാളോടും സുവിശേഷം പറയാത്തവർ അവർ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചത് പറയാതിരിക്കട്ടെ. വാതിലടയപ്പെടാൻ പോവുകയാണ്, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരാൻ പോവുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു, കാഹളം ധ്വനിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലമെങ്കിലും, ഞാൻ ആ വാക്കൊന്നുകൂടെ പറയാം, ഇനിയുള്ള ചുരുക്കം നാളുകളെങ്കിലും സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് നമുക്ക് ജീവിക്കാം. സഭകൾ സുവിശേഷ ദർശനമുള്ളതാകട്ടെ, സഭകൾ ഉണരട്ടെ, സഭകളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും നിവർത്തിക്കപ്പെടട്ടെ, ഉത്തരവാദിത്വം നിവർത്തിക്കപ്പെടട്ടെ. അതിനായിട്ട് ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ഉണർത്തപ്പെടേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ ഈ സമ്മേളനം ഇതെല്ലാം നമുക്കിട വരുത്തട്ടെ. ഈ തൃശ്ശൂർ യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന YMEF-ൻ്റെ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രവർത്തനം കൊണ്ട് സഭകളെയും വിശ്വാസികളെയും ഒക്കെ സുവിശേഷ വേലയ്ക്ക് സജ്ജമാക്കാൻ അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ടും ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. പ്രിയ കർത്താവേ, ഞങ്ങൾ അവിടുത്തേക്ക് നന്ദി പറയുന്നു. ഈ സഭയ്ക്കായി സ്തോത്രം. ഈ ഹോളിൽ ഇങ്ങനെ കൂടി വരുവാൻ ഇടവന്നതിനായി സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന സഹോദരീ സഹോദരന്മാർക്കായി സ്തോത്രം. ഈ കൂട്ടായ്മയുടെ ചുമതല വഹിക്കുന്ന സഹോദരന്മാർക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഞങ്ങളുടെ യേശുവിനെ എല്ലാവരും അറിയണം. കർത്താവിനെ അറിയാതെ ഞങ്ങളുടെ അടുത്ത് നിന്ന് ആരും നരകത്തിലേക്ക് പോകാൻ ഇടയാകരുത്. ദുഷ്ടനോട് നിന്റെ ദുഷ്ടത വിട്ട് തിരിയുന്നില്ലെങ്കിൽ, നിന്റെ ദുഷ്ടതയിൽ നീ മരിക്കുമെന്ന് അവനെ ഓർപ്പിക്കുന്നില്ലെങ്കിൽ, അവൻ്റെ രക്തം ഞാൻ നിന്നോട് ഭയങ്കരം ഭയങ്കരം. കയ്യനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുമല്ലോ കർത്താവേ. ഞങ്ങളെ ഒത്തിരി കേൾപ്പിച്ചു, ഞങ്ങൾ ഒത്തിരി ഒന്നും സ്വീകരിച്ചില്ലെങ്കിലും കുറഞ്ഞ പക്ഷം കർത്താവേ, ഞങ്ങളിപ്പോൾ ചിന്തിച്ചതുപോലെ നശിക്കുന്ന ആത്മാക്കളെക്കുറിച്ച് ഭാരമുള്ളവരായി കഴിയുമെങ്കിൽ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പാൻ ഞങ്ങൾക്കിടയാക്കണം. നിങ്ങളല്ലയോ പ്രശംസാ കിരീടം, നിങ്ങളല്ലയോ എൻ്റെ സന്തോഷം.
എന്ന് പറയത്തക്കവണ്ണം ചില ആത്മാക്കൾ നിത്യതയിൽ കാണപ്പെടുവാൻ ഇടയാക്കണം. ഞങ്ങളെ ഇന്ന് പകലിൽ അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം. സകല മഹത്വവും അവിടുത്തേക്ക് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.